ഹലോ, ഞാൻ ലിപിൻഡി. അപ്പൊ ഞാനിന്ന് ആട് 3 സിനിമ ആണ്. ആട് 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടുണ്ട്, ആട് 2 കണ്ടുണ്ട്. അപ്പൊ ആട് 3 ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടത്. അപ്പൊ പടം എന്ന് വെച്ചാണെങ്കിൽ ആട് 3 എന്ന് പറഞ്ഞാൽ ഒരു ടൈം ട്രാവലർ, ടൈം ലൂപ്പ്, അങ്ങനത്തെ കുറെ നമ്മളൊക്കെ ആലോചിക്കുന്ന പടം. പിന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വിജയബാബു, വേണു കുന്നപ്പള്ളിയാ. വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയും, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും ഒരു എങ്ങനെ പറയുക, ഒരു മിനിമം, എനിക്ക് മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സംഭവമില്ലേ, എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മാമാങ്കൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്ത് രസമായിട്ട് അങ്ങനത്തെ ആ ടൈപ്പും പടങ്ങളെ പുള്ളി ചെയ്യണമെന്നാണ്. കാരണം ഇതില് ഞാൻ പറയാം, ഇതിലിപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജാവിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ട്രെയിലറിലായാലും നമ്മൾ കണ്ടില്ലേ, അതൊക്കെ ഇതില് ശരിക്കും കാട്ടണമുണ്ട്. ഈ പടത്തില് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകണം. അതാണ് ടൈം ട്രാവലർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലൊരു സീനുണ്ട്, മറ്റേ വിനായകൻ രാജാവായിട്ടാണ് വിനായകന്റെ പട ഈ ആക്രമിക്കാൻ വന്ന ഒരു സീനുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ബാഹുബലിയൊക്കെ കാണില്ലേ, അതേപോലെ ഭടന്മാര് വന്ന സീനാ. ഭടന്മാര് മറ്റേ പന്തം കത്തിച്ച് വന്നൊരു സീൻ, അത് ഒരു കടലിൽ ഇളകി വന്ന പോലെ അത്രയും വലിയ ഓഡിയൻസ് ഒക്കെ ആയിട്ട് ഒരു സംഭവം കാട്ടുന്നുണ്ട്. പിന്നെ പടത്തിലെ ഭൂരിഭാഗം ഈ പഴമയും പുതുമയും അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അതായത് ടൈം ട്രാവൽ എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനത്തെ രീതിയിലാണ് തോന്നിയത്. അതായത് പണ്ടത്തെ ഒരു കാലം കാട്ടിയിട്ട് പിന്നെ പെട്ടെന്ന് പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരും. അതെന്തോ എനിക്കത് ഒട്ട് യോജിക്കാൻ പറ്റിയില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അത് പറയാനും പറ്റൂല. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഷാജി പാപ്പൻ, ഓ പുള്ളി ജയസൂര്യ, പുള്ളി എന്താ ചെയ്തു വെച്ചാണ്, നല്ല ഗംഭീരമായിട്ട്. പുള്ളിയുടെ നടുവേദന വരാനുള്ള കാരണമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നടുവേദന വരാനുള്ള കാരണം അതൊക്കെ നിങ്ങൾ, ആ കാരണം ഞാൻ പറയാനുള്ള, ആ കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴേക്കും രസം. ആ രസമല്ല, നല്ല ഇതിന്റെ ആ പടം കണ്ടതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഈ നടുവേദനയൊക്കെ പുള്ളിക്ക് എങ്ങനെ വന്നിരുന്നു, എന്താ കാരണം എന്നൊക്കെ ആ പടത്തിൽ അതിൽ പറയുന്നുണ്ട്. പിന്നെ വിജയബാബു ഇതില് പ്രൊഡ്യൂസ് ചെയ്തതിൽ മാത്രമല്ല, പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സർബത്ത് ഷമീർ, കാരണം 1-ലായാലും 2-ലായാലും പുള്ളിക്ക് അധികം സ്ക്രീൻ പ്രസൻസോ കാര്യങ്ങളോ ഇല്ല. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ അധികം സമയമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇതിലങ്ങനെയല്ല, ഇതില് മുഴുവൻ നീളം പുള്ളിയുടെ ഇത് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർബത്ത് ഷമീർ ആയാലും അതേപോലെ തന്നെ വേറെ ഈ മുൻകാലത്തിലേക്ക് പോകണമെങ്കിൽ എന്തോ ഒരു രാജാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ പേരൊന്നും ഞാൻ ഓർക്കല്ല. അപ്പൊ പുള്ളിക്കാരൻ ഗംഭീരം ചെയ്യുന്നുണ്ട്. പിന്നെ സണ്ണി വെയിൻ, സാത്താൻ സേവിയർ, ഓ സാത്താൻ സേവിയറിന്റെ ഇൻട്രോ ഒക്കെ കാട്ടുന്നുണ്ടല്ല. തീ എന്ന് പറഞ്ഞ തീ, അതായത് മറ്റേ അയ്യോ സുദീഖോപ്പയാണോ മറ്റേ ബിജുക്കുട്ടനാണോന്ന് അറിയില്ല, ആരും ഇങ്ങനെ അതായത് മുൻപ് സാധാരണ സേവറിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഇതിൽ കാട്ടുന്നത്. അതായത് ഞാൻ മുമ്പ് ഇങ്ങനെയായിരുന്നു കണ്ടതെന്ന് പറഞ്ഞ് ഒരു ഇൻട്രോ കാട്ടുന്നുണ്ട്. ആ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഈ സാധനം, കാരണം പുള്ളിനെ ആക്രമിക്കാൻ രണ്ടുപേര് വരും. രണ്ടുപേര് വരുന്നിട്ട് അവര് വിളിച്ചു പറയും, ഇങ്ങനെ കുറെ പേരെ വിട്ടിട്ടുണ്ടെന്ന് പറയും. വേണ്ട, ഞാൻ കൂടുതൽ പറയല്ല, കാരണം നിങ്ങൾ അത് തിയേറ്ററിൽ കണക്ക് കാണും. കാരണം പുള്ളിയുടെ പേര് എഴുതി കാട്ടുന്ന, പുള്ളി തീ ഇടുമ്പോ അവിടെ പുള്ളിയുടെ പേര് തെളിഞ്ഞു കാട്ടും. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും. അത് കണ്ടാലേ അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാനത് പറഞ്ഞ് കൂടുതൽ ഇതാക്കല്ല. അപ്പൊ സണ്ണി വെയിൻ ഇതിൽ ഗംഭീര ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിനായകൻ ഡ്യൂഡിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, അതായത് ദാമോദരൻ ഉണ്ണിമകൻ ദിൽമോൻ ഇടക്കൊച്ചി, പുള്ളിക്കാരന്റെ പ്രസന്റും പറയുന്നുണ്ട്, ഒരു ഫ്യൂച്ചറും ഒരു പാസ്റ്റും പറയുന്നുണ്ട്. അത് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൂർവ്വകാലം. കാരണം ഈ ആട് 1-ലുള്ള ആട് ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും പൂർവ്വകാലം കാട്ടുന്നുണ്ട്, ഇപ്പോഴത്തെ കാലം കാട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ടൈം ട്രാവലർ എന്ന് പറഞ്ഞ സംഭവം. അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഭടന്മാര് വന്നൊരു സീനുണ്ട്, തീ സീൻ എന്ന് പറഞ്ഞ തീ സീൻ. പിന്നെ പുള്ളി ഉള്ളപ്പോഴാണ് മറ്റേ ആ പുള്ളിയുടെ പേര് നിവേദിത, പേര് എനിക്കറിയില്ല. വേദിക പുള്ളിക്കാരത്തിന്റെ ഒരു ഐറ്റം ഡാൻസോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതായത് പാർട്ടി തുറക്കണതിന്റെ ഇടയ്ക്ക് മറ്റേ ഇപ്പൊ പറയുകയാണെങ്കിൽ മറ്റേ KGF അതേപോലത്തെ ഒക്കെ പാട്ടുകൾ, അതേപോലെ അതിലുള്ള പാട്ടുകൾ പോലെ തന്നെ ഇതിലൊരു പാട്ടുണ്ട്. കിടിലം പാട്ട് എന്ന് പറഞ്ഞാൽ കിടിലം പാട്ടും, അതേപോലെ തന്നെ വിഷ്വലായാലും സൗണ്ട് ആയാലും എല്ലാം കിടിലം. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ സൈജി കുറുപ്പ്, അറക്കലാബു, ഓ എന്റെ പൊന്നോ, അറക്കലാബു. അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. മറ്റേ കുഞ്ഞപ്പൻ പിന്നെ തല്ല, പക്ഷെ കുഞ്ഞപ്പൻ ഇപ്പൊ ഈ ആട് 3 കാട്ടാനുള്ള കുഞ്ഞപ്പനെ,
കുഞ്ഞപ്പമാമൻ എന്ന് പറഞ്ഞ ആട് ത്രീയില് പുള്ളിയുടെ കാട്ടിലുള്ള. അപ്പൊ അതിനു വേണ്ടി അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അങ്ങനെ ക്ലിപ്പ് ഇറക്കിയതായിരിക്കുള്ളൂ നേരത്തെ. കാരണം ഈ ഈ പടത്തിലെ കുഞ്ഞപ്പൻ മാമൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഇല്ല. പിന്നെ ഇതില് പെർഫോമൻസ് മറ്റേ അബുവിന്റെ പെർഫോമൻസ് ഉണ്ടല്ല. പിന്നെ ഇതിലൊരു കാര്യം പറയട്ടെ, ഇതില് ഞാനിപ്പോ പറയാം, നിങ്ങളത് അതിപ്പോ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതാവില്ല. അതായത് ഈ പടത്തില് മറ്റേ ജയസൂര്യനൊക്കെ അവർ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. അതായത് കാര്യം ഇത്രേ ഉള്ളൂ, മുസ്ലിംസ് എന്നല്ല, ഈ അറക്കലബു പണ്ട് ഏതോ രാജാവൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരെ ഇങ്ങനെ ഒരാളെ പേടിച്ച് ഇങ്ങനെ മതം മാറുന്ന രീതിയിൽ പറയുന്നുണ്ട്. മതം മാറിയ രീതിയിൽ എന്ന് പറഞ്ഞാ, മതം മാറണമെന്ന് പറഞ്ഞപ്പോ പുള്ളി മുസ്ലിം ആവുമ്പോ, കാരണം മുസ്ലിംസിനൊന്നും ആക്രമിക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിം ആവുമ്പോ, അപ്പൊ അബു ഒരു കാര്യം പറയുന്നുണ്ട്, കഴുത്തിന് മീതുള്ള തല പോണേക്കാളും നല്ലതല്ലേ ശരീരത്തിന് ഇത്തിരി ചർമ്മം പോണമെന്ന്. അത് ശരിക്കും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ കൂടുതലൊന്നും പറയല്ല, അത് നിങ്ങൾ ഊഹിച്ചെടുത്തോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോ. പിന്നെ പിന്നെ ഇതില് ഞാൻ പറയാം, ധർമ്മജം പോകാട്ടി സച്ചിൻ ഗ്ലീറ്റസ്, ക്യാപ്റ്റൻ ഗ്ലീറ്റസ് മാറിപ്പോയി. പുള്ളിക്കാരൻ കോമഡി ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരന് അതായത് ഫ്യൂച്ചർ ഇപ്പൊ പൂർവ്വകാലം പറഞ്ഞാൽ പുള്ളിക്ക് ചെറുതായിട്ട് ലൂസ് ആയ പോലെയാണ്. ഇപ്പോഴും പുള്ളി അങ്ങനെ തന്നെ സെയിം ക്യാരക്ടർ, അതായത് 1-ലും 2-ലും കാണിക്കുന്ന സെയിം ക്യാരക്ടർ തന്നെ പുള്ളി ഇതിൽ പിടിച്ചത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഹരികൃഷ്ണൻ മറ്റേ ലോലെ കൂട്ടുകാര്, മറ്റേ ഷാജിബാബിന്റെ കൂടെ ഉള്ളത്, പുള്ളി അതുപോലെ ഭഗത് മാനവയിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെബിൻ ബെൻസൺ എന്ന് പറഞ്ഞാൽ, അത് സണ്ണിവെയിന്റെ അല്ല, സാധാരണ സേവറിനൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറൊരു ഇതിലേക്ക് ഈ പടം തുടങ്ങുന്നത് തന്നെ ഒരു ഫ്യൂച്ചർ പോലെ കാട്ടിയതാ. അതായത് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായി, അതുണ്ടായി, അങ്ങോട്ട് നിന്നൊക്കെ കണ്ടുപിടിക്കുക കാര്യങ്ങൾ. ഇന്ദ്രൻസ് ആണ് അതില് ചെയ്യുന്നത്. ഇന്ദ്രൻസ് പി ശശി ആയിട്ടല്ല ആദ്യം കാട്ടുന്നത്. ഇന്ദ്രൻസ് ഒക്കെ ഒരു ശാസ്ത്രജ്ഞൻ പോലെയാണ്. അതായത് ഇന്ദ്രൻസും അതേപോലെ തന്നെ നിരുപമയോ അങ്ങനെ കണ്ട്, എനിക്ക് ലേഡിയുടെ പേര് തീർച്ചയായില്ല. അപ്പൊ ഇവരുടെ എന്തോ ഒരു കണ്ടുപിടുത്തമൊക്കെ നടന്ന ഒരു ശാസ്ത്രജ്ഞന്മാരെ പോലെയാണ് ഇന്ദ്രൻസ് ആദ്യം വന്നത്. താടിയൊക്കെ വെച്ച് നല്ല ഗെറ്റപ്പിലാണ് പുള്ളി വരുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ കണ്ടുപിടിക്കണം, അത് എന്താ, പുള്ളിയാണ് കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. അപ്പൊ പിന്നെ അങ്ങനെ കഥകളെ പറയുന്നത്. പിന്നെ ഈ പടത്തിൽ അഭിനയിക്കുന്നത് ആലിയ ബ്രൗൺ അങ്ങനെ കണ്ട പേര്, ഏതൊരു ഹിന്ദിക്കാർക്ക് ഇതാണെന്ന് തോന്നുന്നു. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെ അതൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി വരുന്ന സംഭവം. അതിന്റെ ഇടയ്ക്ക് വിനായകൻ ഇവരെ പറ്റിച്ച് തട്ടിയെടുക്കുന്ന സീനുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിലൊക്കെ വിനായകൻ കടന്നത്. ആ പിജിഎമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല, തിയേറ്ററിൽ നിന്ന് കാണേണ്ട സംഭവമാണ്. എന്തായാലും പടം കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ, നോബി മാർക്കോസ് അതിൽ സ്ഥിരം ഒരു പോലീസുകാരനും, പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഈ പടത്തിലേക്ക് എവിടെ പറഞ്ഞു വെച്ചാലും എല്ലാവർക്കും 2 ക്യാരക്ടർ ഇതുണ്ട്. എല്ലാവർക്കും 2 ക്യാരക്ടർ ഈ പടത്തില്. അതായത് ഒരു പൂർവ്വകാലവും ഒരു ഇപ്പൊ നടക്കുന്ന കാലം. അതാണ് എല്ലാവർക്കും 2 കാലഘട്ടമുള്ളത്. പിന്നെ രഞ്ജി പണിക്കർ ഇതില് കിടലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രഞ്ജി പണിക്കറിന്റെ ഒക്കെ ക്ലൈമാക്സ് അല്ല, അതില് രഞ്ജി പണിക്കറാണ് കഥയുടെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൃന്ദനെ അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, സൃന്ദ എന്നൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തില് സൃന്ദയും അതേപോലെ തന്നെ അജു വർഗീസും സെയിം ഇത് തന്നെ. ഈ ആട് 1 എങ്ങനെ കണ്ടു അതേപോലെ തന്നെ സെയിം ഇതില്, അതായത് അജു വർഗീസ് പ്രേമിക്കുന്ന ആള് സൃന്ദ, അങ്ങനത്തെ രീതിയിൽ ഇതിലും കാട്ടും. ഈ പൂർവ്വകാലത്തിൽ കാട്ടുന്നുണ്ട്, പണ്ടത്തെ ഇവരുടെ പാസ്റ്റില്. അപ്പൊ അതൊക്കെ രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഷാജിബാബന്റെ ഒക്കെ നടുവേദനൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ആ പടം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആ പടം കാണുമ്പോൾ അതിൽ മനസ്സിലാവും പുള്ളിക്ക് അത് എന്തുകൊണ്ടാ വന്നതെന്നും എങ്ങനെ വന്നതെന്നൊക്കെ ആ പടത്തിലുണ്ട്. എന്തായാലും പടം ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര എക്സ്പീരിയൻസ്. സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടില്ല. ഒരു അറ്റ്മോസ് തിയേറ്ററിൽ ഇരുന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫീൽ എന്തായാലും കിട്ടും. എന്തായാലും കാണാം. എന്തായാലും നഷ്ടം വരൂല പടം കണ്ടെന്ന് വെച്ച്. ശരി, അപ്പൊ ഇത്രേ ഉള്ളൂ പറയാം.